ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയ്ക്ക് കൂട്ടായിട്ട് കൃഷ്ണമോൾ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ തന്നെ കൃഷ്ണമോൾ കുളിച്ച് റെഡിയായി യൂണിഫോമൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകണം കേട്ടോ. ആ സമയത്ത് അലീനോട് കുറേ കുറുമ്പും കുസൃതിയൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. അതിനുശേഷം ബാലേന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് കൂട്ടായിട്ട്, മനു വരുന്നത് വരെ. അങ്ങനെ ബാലേന്ദ്രൻ്റെ ഫോണിൽ നിന്നുകൊണ്ട് ഒരു ഫോണിൽ വിളിക്കുന്നുണ്ട് രേവതിക്കുട്ടി ഒരു പക്ഷേ ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചതായിരിക്കും വിവരം അറിയാനായിട്ട്. അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ അലീന രേവതിക്കുട്ടിയോട് പറയുകയാണ്. അപ്പോൾ പോലീസ് വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പോലീസിനോട് ഇങ്ങനെയാണ് മൊഴി കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി എന്ത് പണിയാണ് ചെയ്തത്, അവർ ചെയ്തത് തെറ്റല്ലേ, അപ്പോൾ അതുകൊണ്ട് പോലീസിനോട് സത്യം പറയേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ ഞാനതെങ്ങനെ പറയാം മോളെ, അവൻ എൻ്റെ ചോരയല്ലേ മോളെ, അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതവും അവൻ്റെ ഭാവിയൊക്കെ ജയിലിനുള്ളിലായി പോകും, അത് ഞാൻ ഓർക്കണ്ടേന്നൊക്കെ പറയുകയാണേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അലീന രേവതിക്കുട്ടിയോട് തുറന്നു പറയണത് വാതിലിൻ്റെ അവിടെ നിന്നിട്ട് നമ്മുടെ ബാലേന്ദ്രൻ കേൾക്കാണ് കേട്ടോ. അവൻ എൻ്റെ ചോരയല്ലേ, അവനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലുള്ള വാക്ക് ബാലേന്ദ്രൻ്റെ അങ്ങനെ ബാലേന്ദ്രൻ ശരിക്കും കേൾക്കാണ് കേട്ടോ. അതോടുകൂടിയിട്ട് എന്തോ രഹസ്യം അങ്ങനെ ആയൊരു സത്യം മനസ്സിലാവാണ് കേട്ടോ. രോഹിത്താണിത് ചെയ്തതെന്നും അതുപോലെ രോഹിത്തും അലീനയും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ മനസ്സിലാവാണ് കേട്ടോ. ശരിക്കും ബാലേന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ തകർന്നു പോകുകയാണ് കേട്ടോ. പുറത്ത് വന്ന് ആകെ തളർന്നിരിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.